നിങ്ങൾ ഇതുപോലെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഉപ്പുമുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാവേ. ഈ എണ്ണയിലേക്ക് തന്നെ 4 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് അരി കഴുകി കുതിരാൻ മാറ്റി വെക്കുന്നുണ്ട്. ഈ സവാളയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 3 തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ മസാല നന്നായിട്ട് വരണ്ടു വന്നതിന് ശേഷം 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ മിക്സ് ആക്കി എടുക്കാം. പൊരിച്ചു വെച്ച ചിക്കനും 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഈ ചിക്കൻ നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അരി വേവിച്ചെടുക്കേണ്ട വെള്ളത്തിലേക്ക് ഈ മസാലയെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഒരു 90% മാത്രം വെന്താൽ മതിയേ. ബിരിയാണി സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ആ ചിക്കൻ്റെ മസാലയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരി ഇതുപോലെ ഇട്ട് കൊടുക്കാവേ. പശു നെയ്യും ചേർത്ത് കുറച്ച് മണത്തിന് വേണ്ടി ഞാൻ പനിനീരും കൂടെ തളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗാർണിഷ് പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ആ മൂടിയൊന്ന് തുറക്കണം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. കുറച്ച് അച്ചാറും കുറച്ച് സാലഡും കൂടെ ചേർത്ത് ആ ഇറച്ചിയും സാലഡും അച്ചാറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം. ഒന്നും പറയാനില്ല, പൊളി ഐറ്റം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാൻ മറക്കല്ലേ.